കോഴിക്കോട് വലിയങ്ങാടി കേന്ദ്രീകരിച്ചുള്ള അടുക്കുമറിപ്പ് തൊഴിലാളികളുടെ എഗ്രിമെന്റ് കാലാവധി അവസാനിച്ചത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തം. 50% കൂലി വർധനവ് ആവശ്യപ്പെട്ട് അടുക്കുമറിപ്പ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഭാഗികമായി സൂചനാ സമരം നടത്തി. നവംബർ 30-ന് അവസാനിച്ച കൂലി ധാരണാപത്രം 2 മാസം പിന്നിട്ടിട്ടും പുനഃപരിശോധിക്കാൻ തയ്യാറാകാത്ത വ്യാപാരികളുടെ നിഷേധാത്മക നിലപാടിനെതിരെയാണ് അടുക്കുമറിപ്പ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ഉച്ചവരെ സൂചനാ സമരം സംഘടിപ്പിച്ചത്. 2 വർഷം കൂടുമ്പോൾ വർദ്ധിപ്പിക്കേണ്ട കൂലി ഇനത്തിലെ വർധനവ് ആവശ്യപ്പെട്ട് അടുക്കുമറിപ്പ് തൊഴിലാളികൾ നൽകിയ അപേക്ഷയിൽ നടപടിയാകാത്ത സാഹചര്യത്തിൽ പ്രക്ഷോഭ സമരവുമായി മുന്നോട്ടു പോകാൻ തൊഴിലാളികൾ നിർബന്ധിതരാവുകയായിരുന്നു. പ്രശ്നത്തിന് പരിഹാരം എന്ന നിലയിൽ 2 തവണ കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിക്കുകയും എന്നാൽ കൂലി നൽകേണ്ട വ്യാപാരികൾ ചർച്ചയിൽ നിന്നും വിട്ടുനിന്നതാണ് ഇത്തരം പ്രക്ഷോഭ സമരത്തിലേക്ക് നയിച്ചതെന്ന് അടുക്കുമറിപ്പ് തൊഴിലാളി കൺവീനർ ഷമീർ പറഞ്ഞു. കൂലി വർധനവൊക്കെ കൂലി നമ്മളെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യവും അതുപോലെ തന്നെ ജീവിതച്ചെലവ് നിത്യേന കൂടിക്കൊണ്ടിരിക്കുന്ന ഈ വില വർധനവ് കാരണം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കുടുംബം പുലർത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സമരത്തിലേക്ക് ഇറങ്ങാമെന്നല്ലാതെ നമുക്കതിന് മറ്റൊരു മാർഗ്ഗങ്ങളില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 2 പ്രാവശ്യം കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് നമ്മളെ കൂലി ഡിമാൻഡായിട്ട് ബന്ധപ്പെട്ട് 2 തവണ ചർച്ചയ്ക്ക് വിളിക്കുകയും എന്നാൽ ആ ചർച്ചയ്ക്ക് അവരത് പങ്കെടുക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുള്ളത്. എന്നാൽ വലിയങ്ങാടിയിൽ തുടരുന്ന ഇത്തരം കൂലി നിരക്ക് തികച്ചും അന്യായമാണെന്നാണ് വ്യാപാരികളുടെ പക്ഷം. മുൻപ് ലോറിക്കാരിൽ നിന്നും ഈടാക്കിയിരുന്ന കൂലി കാലക്രമേണ വ്യാപാരികൾ നൽകേണ്ട സ്ഥിതിയിലേക്ക് മാറുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. ഇപ്പോൾ പുതുതായിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഒരു നല്ലൊരു പരിധി വരുന്ന ലോറികൾക്ക് നമ്മൾ ഈ കൂലി കൊടുക്കേണ്ട ഒരു ബാധ്യതയും കൂടി അധികമായിട്ട് വ്യാപാരികളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം മറ്റ് മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് കൂലി ഒരു സാധനത്തിന് 2 കൂലി കൊടുക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരായിട്ട് മത്സരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം മാർക്കറ്റുകൾ വികസിച്ച് വരികയാണ്, പല മേഖലയിലും ഹോൾസെയിൽ മാർക്കറ്റുകൾ വന്നു കഴിഞ്ഞു. അപ്പം നമ്മൾ അവരായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സാധനത്തിന് 2 കൂലി കൊടുക്കുമ്പോൾ നമുക്കത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലുള്ള എഗ്രിമെൻറ്റിനെ തുടർന്ന് പോകാനും തുടർച്ചയിൽ പിന്നെ വരുന്ന സമയത്ത് അവർ തൊഴിലാളികളെ കുറയ്ക്കുക എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിച്ചു തരണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ചർച്ചയ്ക്ക് പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന നിലപാടാണ് വ്യാപാരികൾ തുടരുന്നതെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് അടുക്കുമറിപ്പ് തൊഴിലാളികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.